ക്ഷമിക്കാം, പക്ഷെ വീണ്ടും ചതിക്കപ്പെടരുത്. രചന റാബിയ അബി, ലക്ഷദ്വീപ്. കടൽ തിരമാലകൾ തീരത്തോടെന്ന പോലെ ചില മൊഴികൾ നമ്മുടെ മനസ്സിനോട് സംസാരിക്കാറുണ്ട്. അത്തരത്തിൽ മനസ്സിനെ തൊടുന്ന, ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു ചിന്തയാണ് അലമൊഴി സ്റ്റോറീസ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോ വഞ്ചിച്ചവരോ ആയ ഒരുപാട് പേർ കടന്നുപോയിട്ടുണ്ടാകാം. ക്ഷമിക്കുക എന്നത് ഒരു വലിയ ഗുണമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്ഷമ എപ്പോൾ വരെ വേണം? ക്ഷമിക്കുന്നത് വഴി നമ്മൾ വീണ്ടും വഞ്ചിക്കപ്പെടുകയാണോ? വിവേകത്തോടെ എങ്ങനെ ക്ഷമിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ക്ഷമ എന്തിന്? വൈ ഫോർഗിവ്? എന്തിനാണ് നമ്മൾ ക്ഷമിക്കേണ്ടത്? നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയാണോ? നമ്മുടെ സ്വന്തം സമാധാനത്തിന് വേണ്ടിയാണോ? ഒരാളോട് ദേഷ്യവും പകയും ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് കയ്യിലൊരു കനൽ വാരിപ്പിടിക്കുന്നത് പോലെയാണ്. പൊള്ളുന്നത് അവർക്കല്ല, നമുക്കാണ്. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിന് മാപ്പ് നൽകുക. ആ ഭാരം മനസ്സിൽ നിന്ന് ഇറക്കി വയ്ക്കുക. ക്ഷമിക്കുന്നത് വഴി നിങ്ങൾ അവരെക്കാൾ വലിയ മനുഷ്യനാകുകയാണ്. എന്നാൽ ഈ ക്ഷമ എന്നത് അവർക്ക് വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല എന്ന് തിരിച്ചറിയുക. വിശ്വാസം എന്ന പാഠം, ദ ലെസൺ ഓഫ് ട്രസ്റ്റ്. ഒരിക്കൽ ചതിച്ചവർ വീണ്ടും ചതിക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? വിശ്വാസം എന്നത് ഒരു ഗ്ലാസ് പാത്രം പോലെയാണ്. ഒരിക്കൽ ഉടഞ്ഞാൽ അത് ഒട്ടിച്ചെടുക്കാം, പക്ഷേ ആ വിള്ളലുകൾ അവിടെ തന്നെ ഉണ്ടാകും. പലരും പറയാറുണ്ട്, ഞാൻ അവരോട് ക്ഷമിച്ചു, അതുകൊണ്ട് പഴയതുപോലെ തന്നെ ബന്ധം തുടരാം എന്ന്. ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്. ഒന്നാമതായി, ക്ഷമിക്കുക, അതായത് ആ വ്യക്തിയോടുള്ള പക ഉപേക്ഷിക്കുക. രണ്ടാമതായി, അകലം പാലിക്കുക, അതായത് നിങ്ങളുടെ സ്വകാര്യതയിലേക്കോ ജീവിതത്തിലേക്കോ അവരെ വീണ്ടും പ്രവേശിപ്പിക്കാതിരിക്കുക. ചിന്തിച്ചു നോക്കൂ, വഴിതെറ്റിച്ച ഒരു സൈൻ ബോർഡിനോട് നിങ്ങൾക്ക് ക്ഷമിക്കാം. പക്ഷേ അതേ ബോർഡ് നോക്കി വീണ്ടും യാത്ര ചെയ്ത് ലക്ഷ്യം തെറ്റിക്കുന്നത് നിങ്ങളുടെ മാത്രം വീഴ്ചയാണ്. ചില മനുഷ്യരും അങ്ങനെയാണ്. അവർ തന്ന മുറിവുകളോട് മാപ്പ് നൽകാം, പക്ഷേ അവരെ വീണ്ടും വിശ്വസിച്ച് ജീവിതത്തിന്റെ വഴി തെറ്റിക്കാതിരിക്കുക. ക്ഷമിക്കുന്നത് അവരോടുള്ള നന്മയാകാം, പക്ഷേ അകലം പാലിക്കുന്നത് നിങ്ങളോടുള്ള നീതിയാണ്. സ്വയം സംരക്ഷിക്കുക, സെൽഫ് പ്രൊട്ടക്ഷൻ. നല്ല മനുഷ്യനാകുക എന്നത് മറ്റുള്ളവർക്ക് ചവിട്ടി മെതിക്കാൻ സ്വയം വിട്ടുകൊടുക്കലല്ല. നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കണം. ഒരാൾക്ക് രണ്ടാമതൊരവസരം നൽകുന്നത് മനോഹരമാണ്, പക്ഷേ മൂന്നാമതൊരവസരം നൽകുന്നത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന നീതികേടാണ്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും അത് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. ജീവിതത്തിലെ സമാധാനം നശിപ്പിക്കാൻ ആരെയും അനുവദിക്കരുത്. ഓർക്കുക, ക്ഷമിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ നന്മയാണ്, എന്നാൽ അകലം പാലിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെ തെളിവാണ്. നല്ല മനുഷ്യനാകുക, ഒപ്പം വിവേകമുള്ളവരുമാകുക. ഈ ചിന്ത നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എന്നും നിലനിൽക്കട്ടെ. ശരിയായ തീരുമാനങ്ങളിലൂടെ കരുത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തിരിച്ചറിവിന്റെ തിരയടങ്ങാത്ത അലമൊഴികളുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ, റാബിയ അബി, ലക്ഷദ്വീപ്. അലമൊഴി സ്റ്റോറീസ്.